മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 2 പാർട്ട് നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ മൈക്രോസ്കോപ്പി എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതേപോലെ ഹിസ്റ്ററി ഓഫ് മൈക്രോസ്കോപ്പി, ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പി, അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ലൈറ്റ് മൈക്രോസ്കോപ്പി. ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ ടൈപ്സ്, അതുപോലെ ഒരു കോമൺലി വരുന്ന മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്തൊക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് 2 സെക്ഷൻസ് ആയിട്ട് നോക്കി നിർത്തിയിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആണ്. അതായത് മൈക്രോസ്കോപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. അതിൽ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വരുന്ന 3 എണ്ണമാണ് ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്. ഈ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി. അപ്പോൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആ ടേമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് മീൻസ് ഒരു ബ്രൈറ്റ് ഫീൽഡിലായിട്ട് ഒരു ഡാർക്ക് ഇമേജസ് ആയിരിക്കും ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി കാണാൻ പറ്റുന്നത്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫീൽഡ് എങ്ങനെയാണ്? ബ്രൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആയിട്ടും അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് ഡാർക്ക് ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ഡാർക്കർ ആയിട്ടായിരിക്കും ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിലേക്ക് വരുമ്പോൾ. അതായത് ഡാർക്ക് ഫീൽഡിൽ ഒരു ബ്രൈറ്റ് ഇമേജസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഡാർക്ക് ഫീൽഡ്, മറ്റേത് ബ്രൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഡാർക്ക് ഫീൽഡിൽ ബ്രൈറ്റ് ഇമേജസ്. അതാണ് മെയിനായിട്ട് അവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി, the bright field microscope, 2 lens system are used for magnifying specimens. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, 2 ലെൻസ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. 2 ലെൻസ് ഉണ്ട് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് അല്ലേ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലല്ലേ ഒന്നിൽ കൂടുതൽ ലെൻസ് കാണപ്പെടുന്നത്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതിൽ 2 ലെൻസ് സിസ്റ്റംസ് ഉണ്ട്. ദിസ് ഇൻക്ലൂഡ് ഓക്കുലാർ ലെൻസ് ലൊക്കേറ്റഡ് ഇൻ ദി ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ലൊക്കേറ്റഡ് ഇൻ ദി നോസ് പീസ്. അപ്പം 2 ലെൻസസ് ഈ ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ കാണപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഐ പീസിലായിട്ട് കാണപ്പെടുന്ന ഓക്കുലാർ ലെൻസും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസും. ഇങ്ങനെ 2 ലെൻസുകൾ ചേർന്നിട്ടാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. The beam of light obtained from the tungsten lamp help in the illumination of the specimen. ഇനി ഇവിടുത്തെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ടങ്സ്റ്റൺ ലാമ്പാണ്. ഈ ടങ്സ്റ്റൺ ലാമ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റ്സ് ആണ് പോയിട്ട് ഈ ഒരു സ്പെസിമെനെ പോയിട്ട് ഇലൂമിനേറ്റ് ചെയ്യുന്നത്. The light is focused on the substage lens called a condenser. അപ്പം ഇനി ഈ ഒരു സാമ്പിൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റേജിലായിട്ടായിരിക്കും. ഈ സ്റ്റേജിലേക്ക് ടങ്സ്റ്റൺ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ലെൻസാണ് കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. The microscope provide high resolution image. അപ്പോൾ ഇത് ഹൈ റെസൊല്യൂഷൻ ഇമേജ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. This microscope are used for observing non-viable stained samples. ഇനി ഈ മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഒബ്സർവിങ് നോൺ വയബിൾ സ്റ്റെയിൻഡ് സാമ്പിൾസ്. അപ്പോൾ നോൺ വയബിൾ ആയിട്ടുള്ള സ്റ്റെയിൻഡ് സാമ്പിൾസിൻ്റെ കേസസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ വയബിൾ സെൽസിൻ്റെ കേസസിൽ നോർമലി യൂസ് ചെയ്യാറില്ല, എങ്കിലും യൂസ് ചെയ്യാം. അതായത് ലോ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഒക്കെയാണ് നമ്മളവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വയബിൾ ആയിട്ടുള്ള സെൽസിൻ്റെ കേസസിലും യൂസ് ചെയ്യാം. എങ്കിലും നോൺ വയബിൾ സെൽസിൻ്റെ കേസസിലാണ് ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി മെയിൻലി യൂസ് ചെയ്യുന്നത്. കാരണം അല്ലാതെ വയബിൾ ആയിട്ടുള്ള സെൽസിലാണെങ്കിൽ ഈ ലൈറ്റ് ചെയ്തിട്ട് വയബിൾ സെൽസിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാവുന്നുണ്ട്. We cannot observe living cells because of the absence of contrast between the specimen and surrounding medium. അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ വയബിൾ സെൽസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, വയബിൾ സെൽസിൽ യൂസ് ചെയ്യത്തില്ല. വയബിൾ സെൽസിൽ യൂസ് ചെയ്യാത്തതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലൈറ്റ് പോയിട്ട് വയബിൾ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാം. അതുപോലെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു
സ്പെസിമെനും അതിൻ്റെ സറൗണ്ടിങ് മീഡിയവും തമ്മിൽ കോൺട്രാസ്റ്റ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വയബിൾ സെൽസിനെ യൂസ് ചെയ്യാത്തത്. സോ ഇതാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുന്നത്. സോ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്? ബ്രൈറ്റ് ഫീൽഡിൽ ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു ഇമേജസ് ആണ് അത് ഫോം ചെയ്യുന്നത്. ഹിയർ ദ ഡാർക്ക് ഒബ്ജക്റ്റ് ആർ വിസിബിൾ അഗെയിൻസ്റ്റ് എ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഒരു ബ്രൈറ്റ് ഫീൽഡ് അഥവാ ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതൊരു ഡാർക്കർ ഇമേജസ് ഇത് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് സിംപ്ലി പറഞ്ഞാൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. സോ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. ആൻഡ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ 2 തരത്തിലുള്ള ലെൻസസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഓക്കുലാർ ലെൻസും ഉണ്ട്. ഇത് ഹൈ റിസൊല്യൂഷനുള്ള ഇമേജസിനെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ടങ്സ്റ്റൺ ലാമ്പ്, ഈ ടങ്സ്റ്റൺ ലാമ്പാണ് ഇവിടുത്തെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റിനെ നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കണ്ടൻസർ ലെൻസ് ആണ്. എന്നിട്ട് ഈ ഒരു ലൈറ്റ് വന്നിട്ട് എന്താ സ്പെസിമെൻസിനെ ഇലൂമിനേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ മൈക്രോസ്കോപ്പ് മെയിൻലി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻഡ് സാമ്പിൾസിൻ്റെ കേസസിലും നോൺ വയബിൾ സെൽസിൻ്റെ കേസസിലാണ്. വയബിൾ സെൽസിൽ നോർമലി യൂസ് ചെയ്യാറില്ല. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഇവിടെ ഒരു വയബിൾ സെൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് നോൺ വയബിൾ എന്നാണ് വരുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ സിംപ്ലിസിറ്റി ഓഫ് ദി സെറ്റപ്പ്, അതായത് ഈ നോർമലി ഉള്ളൊരു മൈക്രോസ്കോപ്പിലുള്ള കമ്പോണൻസ് അഥവാ പാർട്സ് തന്നെ ഉള്ളൂ ഈ ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ. അഡീഷണൽ ആയിട്ട് ഒരു പാർട്സും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് സിംപ്ലിസിറ്റി ഇൻ ദി സെറ്റപ്പ്, അതായത് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഉള്ളി ബേസിക് ഇക്വിപ്മെൻറ്റ്സ് ഈസ് റിക്വയർഡ്. ബേസിക് ആയിട്ടുള്ള ഇക്വിപ്മെൻറ്റ്സ് എല്ലാം മൈക്രോസ്കോപ്പിലും കാണുന്ന പോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഓക്കുലാർ ലെൻസ്, അതുപോലെ തന്നെ കണ്ടൻസേഴ്സ്, ലൈറ്റ് സോഴ്സ്, സ്റ്റേജ്, ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ. അതായത് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, സിംപ്ലിസിറ്റി ആണ്. ദെൻ നോ സാമ്പിൾ പ്രിപ്പറേഷൻ റിക്വയർഡ്. അതുപോലെ തന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ നമുക്കിവിടെ വേണ്ടി വരുന്നില്ല. പിന്നെ ക്യാൻ ബി യൂസ്ഡ് ഫോർ നോൺ വയബിൾ സെൽസ്. നോൺ വയബിൾ സെൽസിൻ്റെ കേസസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. കൺവീനിയൻറ്റ്, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ്, അവൈലബിൾ. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡൊക്കെയാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് വരുമ്പോഴത്തേന് ലോ കോൺട്രാസ്റ്റ് ഓഫ് മോസ്റ്റ് ബയോളജിക്കൽ സാമ്പിൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലീവിങ് സെൽസ് അഥവാ വയബിൾ സെൽസിൻ്റെ കേസസ് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. കാരണം സാമ്പിളും മെറ്റീരിയലും തമ്മിലുള്ള കോൺട്രാസ്റ്റിൻ്റെ ആബ്സെൻസ് മൂലം. അതാണ് ബയോളജിക്കൽ സ്പെസിമെൻസിൻ്റെ മിക്ക ബയോളജിക്കൽ സ്പെസിമെൻസിലും ഇതിൻ്റെ കോൺട്രാസ്റ്റ് വളരെ കുറവാണ് എന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ലോ അപ്പാരൻറ്റ് റിസൊല്യൂഷൻ ഡ്യൂ ടു ബ്ലറി അപ്പിയറൻസ് ഔട്ട് ഓഫ് ദി ഫോക്കസ്. ദെൻ റിസൊല്യൂഷൻ പവർ 0.2 മൈക്രോമീറ്റർ അറ്റ് ബെസ്റ്റ് ക്യാൻ റെക്കഗ്നൈസ് എ സെൽ ബട്ട് നോട്ട് ഇൻ ദ ഫൈൻ ഡീറ്റെയിൽസ്. അപ്പോൾ റിസൊല്യൂഷൻ പവർ 0.2 മൈക്രോമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ സെൽസിനെ വിഷ്വലൈസ് ചെയ്യാം, പക്ഷെ നമുക്ക് അതിൻ്റെ ഫൈൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടത്തില്ല. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം? ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു ബ്രൈറ്റ് ഫീൽഡിൽ ഡാർക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ, നോർമൽ ഒരു മൈക്രോസ്കോപ്പിനുള്ള ആ പാർട്സ് ഒക്കെ തന്നെ ഉള്ളു ഇതിന്. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് നോക്കാം. സോ ഇതാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സിന് നമ്മൾ ടങ്സ്റ്റൺ ലാമ്പൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടങ്സ്റ്റൺ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്താണ്? കണ്ടൻസർ ലെൻസിലെത്തുന്നു. ഈ കണ്ടൻസർ ലെൻസാണ് ഈ ലൈറ്റിനെ നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. സ്പെസിമെൻസിൽ ഈ ലൈറ്റ് ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പെസിമെനെ അത് ഇലൂമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന റേസ് ഒബ്ജക്റ്റീവ് ലെൻസ് വഴി പാസ് ചെയ്ത് ഓക്കുലാർ ലെൻസ് വഴി പാസ് ചെയ്ത് ഫൈനലി നമ്മുടെ ഐ പീസിലെത്തി അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഫ്ലോ ചാർട്ട് വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസിനകത്തും പറയുന്നത്. സിംപ്ലിസിറ്റി ഉണ്ട്, കൺവീനിയൻ്റ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോഴത്തേന് ലോ ആയിട്ടുള്ള റെസൊല്യൂഷൻ, ലോ ആയിട്ടുള്ള കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ സെൽസിനെയൊക്കെ നമുക്ക് ഡീറ്റെയിലി സ്റ്റഡി ചെയ്യാൻ സാധിക്കാറില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. എന്താണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്? അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്താണ്, ഒരു ഡാർക്ക് ഫീൽഡിലായിട്ട് ബ്രൈറ്റ് ഇമേജസ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. So dark field microscope, in this type of microscope the condenser is modified, that is dark field condenser with a central circular stop which illuminate object with a direct light oblique on the specimen. അപ്പോൾ dark field microscope ഇതൊന്ന് നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് കണ്ടൻസറിൽ എത്തുന്നതിന് മുൻപായിട്ട് അവിടെ എന്താ ഒരു ഒപ്പേക്ക് ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒപ്പേക്ക് ഡിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു ലൈറ്റ് ഒബ്ലിക്ക് ആയിട്ടായിരിക്കും ചെന്ന് നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഹിറ്റ് ചെയ്യുന്നത്. സ്പെസിമെനിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് അൺറിഫ്ലക്റ്റഡ് ലൈറ്റും ഉണ്ട്, റിഫ്ലക്റ്റഡ് ലൈറ്റും ഉണ്ട്. റിഫ്ലക്റ്റഡ് ലൈറ്റ് മാത്രം ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ഐ പീസിലെത്തിയിട്ട് നമുക്ക് ത്രൂ ഓക്കുലാർ ലെൻസ് അത് വിസിബിൾ ആവുന്നു. ഇതാണ് ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നടക്കുന്നത്. സോ കണ്ടോ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ മറ്റൊരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബൾബ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആനുലാർ ഫിൽറ്റർ അല്ലെങ്കിൽ അവിടെ ഒരു ഒപ്പേക്ക് ഡിസ്ക് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൽ കൂടി ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടൻസറിൽ എത്തുന്നു. കണ്ടൻസറിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഡിഫ്രാക്റ്റഡ് ലൈറ്റും ഉണ്ട്, നോൺ ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലി ഡിഫ്രാക്റ്റഡ് ലൈറ്റ് മാത്രം, ഡിഫ്രാക്റ്റഡ് ലൈറ്റ് അഥവാ റിഫ്ലക്റ്റഡ് ലൈറ്റും മാത്രമായിരിക്കും എന്ത് ഈ ഒരു ലെൻസിൽ കൂടി പാസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ പാസ് ചെയ്ത് ഫൈനൽ ഐ പീസിലേക്ക് എത്തണത്. സോ അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ദ കണ്ടൻസർ ഈസ് മോഡിഫൈഡ്, ദാറ്റ് ഈസ് ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ വിത്ത് സെൻട്രൽ സർക്കുലർ സ്റ്റോപ്പ് വിച്ച് ഇലൂമിനേറ്റ് ഒബ്ജക്റ്റ് which direct light obliquely onto the specimen. അപ്പോൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഒന്നാണ് ഒപ്പേക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈറ്റ് സോഴ്സ് കഴിഞ്ഞിട്ട് കണ്ടൻസറിന് ഇടയ്ക്കുമായിട്ട് ഒരു ആനുലാർ ഡിസ്ക് അല്ലെങ്കിൽ ഒപ്പേക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒപ്പേക്ക് ഡിസ്ക് എന്താണ് ഈ ലൈറ്റിനെ ഒബ്ലിക്കലി നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഹിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. This result in deflection or scattering of the light, hence making object appear bright against the dark background. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് ഇവിടെ ലൈറ്റിന് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു, സ്കാറ്ററിംഗ് ഒക്കെ സംഭവിക്കുന്നു. സോ നമുക്കൊരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് ഇമേജസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബ്രൈറ്റ് എഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ബ്രൈറ്റ് ഇവിടെ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഡാർക്ക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഫീൽഡ് അഥവാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് ഇമേജസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബ്രൈറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ തെറ്റിപ്പോവരുത്, ഫീൽഡ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണ് ഓർത്തിരിക്കണം. സോ ബ്രൈറ്റ് ഫീൽഡിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഇമേജും, ഡാർക്ക് ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഡാർക്ക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് ഇമേജസും ആണ് വരുന്നത്. സോ ഇവിടെ സ്പെസിമെനിൽ ചെന്നിട്ട് ലൈറ്റ് ഹിറ്റായിട്ട് അവിടെ ലൈറ്റിന് എന്താ ഡിഫ്രാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. ഡിഫ്രാക്റ്റഡ് റേസും അൺഡിഫ്രാക്റ്റഡ് റേസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലി ഡിഫ്രാക്റ്റഡ് റേസ് മാത്രമാണ് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്യുന്നത്. സോ അങ്ങനെ അവിടെ എന്താണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് നോൺ ആസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ആൻഡ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഇനി നമ്മുടെ ഫസ്റ്റ് മൈക്രോസ്കോപ്പ് ആയിട്ടുള്ള ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. അതായത് ഫസ്റ്റ് ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ലൈറ്റ് കണ്ടൻസർ ലെൻസിലെത്തിയിട്ട് കണ്ടൻസർ ലെൻസ് ഇതിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. സ്പെസിമെനിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ഫൈനലി ഐ പീസിലെത്തുന്നു. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഡാർക്ക് ഫീൽഡ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഒരു ആനുലാർ ഡിസ്ക് അഥവാ ഒപ്പേക്ക് ഡിസ്ക് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റിന് ഒബ്ലിക്കലി നമ്മുടെ സ്പെസിമെൻസിലേക്ക് പോയി ഹിറ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അവിടെ ചെന്നത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ റിഫ്ലക്റ്റഡ് ആൻഡ് അൺറിഫ്ലക്റ്റഡ് ആയിട്ടുള്ള റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അൺറിഫ്ലക്റ്റഡ് റേസ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള റേസ് മാത്രം ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഡാർക്ക് ഫീൽഡിൻ്റെ കേസസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റും ബ്രൈറ്റ് ഫീൽഡിൻ്റെ കേസസിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റും ആണ് പറയുന്നത്. അതാണ് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ആൻഡ് ഓൾസോ ദിസ്
ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഒബ്സർവിങ് ലീവിങ് സ്പെസിമെൻസ്. അപ്പം ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് മെയിനായിട്ട് ലീവിങ് സ്പെസിമെൻസിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ ബ്രൈറ്റ് ഫീൽഡിനകത്ത് നമ്മൾ പറഞ്ഞത് നോൺ വയബിൾ ആയിട്ടുള്ള സ്പെസിമെൻസിൻ്റെ കേസസിലാണ് ബ്രൈറ്റ് ഫീൽഡ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ദിസ് ഈസ് ദ സിമ്പിൾ ആയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ആ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാം, ബ്രൈറ്റ് ഫീൽഡും ഡാർക്ക് ഫീൽഡും മൈക്രോസ്കോപ്പി. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേന് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ ഡാർക്ക് ആയിട്ടുള്ളൊരു ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഫീൽഡ് അഥവാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇനി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പാണ്. അഡീഷണൽ ആയിട്ട് അതിന് ഒരു പാർട്സും വെക്കുന്നില്ല. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനുള്ള പാർട്സ് ഒക്കെ തന്നെ ഇതിനകത്തും വരുന്നുള്ളൂ. സോ ഇത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് തന്നെയാണ്, പക്ഷെ ലൈറ്റ് മൈക്രോസ്കോപ്പിന് അണ്ടർ വരുന്ന ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് രണ്ട് ലെൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഓക്കുലാർ ലെൻസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലെൻസ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു 300x വരെയാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അവിടുത്തെ ലൈറ്റ് സോഴ്സ് വരുന്നത് ടങ്സ്റ്റൺ ലാമ്പാണ്. ടങ്സ്റ്റൺ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നു? സാമ്പിളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിനെ അങ്ങനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നത് കണ്ടൻസർ ലെൻസാണ്. സോ സാമ്പിളിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റാണ് പിന്നീട് എന്ത് ഒബ്ജക്റ്റീവ് കൂടി പാസ് ചെയ്ത് ഐ പീസിൽ എത്തിയിട്ട് ഫൈനലി നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് മാഗ്നിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. അതാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ പറഞ്ഞത്. അത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ സിംപ്ലിസിറ്റി ഉണ്ട്, അതുപോലെ കൺവീനിയൻ്റ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആയിട്ടൊക്കെ ഉള്ളൊരു മെത്തേഡാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി മെയിൻലി നമ്മൾ യൂസ് ചെയ്തത് നോൺ വയബിൾ ആയിട്ടുള്ള സെൽസിൻ്റെ കേസസിലും സ്റ്റെയിൻഡ് ആയിട്ടുള്ളതിൻ്റെ കേസസിലൊക്കെയാണ്. നോൺ വയബിളിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വയബിൾ ആയിട്ടുള്ള സെൽസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് ചെന്നിട്ട് വയബിൾ സെൽസിൻ്റെ ഡിറ്റീരിയോഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പെസിമെനും മെറ്റീരിയലും തമ്മിലുള്ള കോൺട്രാസ്റ്റിൻ്റെ ആബ്സെൻസും ഒക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് മെയിനായിട്ടും ചെയ്യുന്നത് നോൺ വയബിൾ ആയിട്ടുള്ള സ്പെസിമെൻ ബ്രൈറ്റ് ഫീൽഡിൽ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇനി ഡാർക്ക് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേന് ലിവിങ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും ഡാർക്ക് ഫീൽഡിൽ. അപ്പോൾ അവിടെ ഡാർക്ക് ഫീൽഡ് അഥവാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് ഇമേജസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് സോഴ്സിൻ്റെയും കണ്ടൻസറിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ഒപ്പേക്ക് ഡിസ്ക് ഉണ്ട്. അത് ഈ ഒരു ലൈറ്റിനെ ഒബ്ലിക്കലി നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് മെയിനായിട്ടും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. ക്ലിയർലി ഷോ ഈവൻ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് ഇൻ സാമ്പിൾ. നമ്മുടെ സാമ്പിളിൽ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ വരെ ഈ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിലൂടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സിംപ്ലിസിറ്റി ഓഫ് ദി സെറ്റപ്പ്, ഉള്ളി ബേസിക് ഇക്വിപ്മെൻറ്റ്സ് മാത്രമേ അവിടെ ഉള്ളൂ. നോ സാമ്പിൾ പ്രിപ്പറേഷൻ റിക്വയർഡ്, ക്യാൻ വ്യൂ ലൈവ് സെൽസ്. ഇവിടെ സാമ്പിൾ പ്രിപ്പറേഷൻ ആവശ്യം വേണ്ടി വരുന്നില്ല. then well suited for live and unstained biological samples. അപ്പോൾ ലൈവ് ആയിട്ടുള്ളതും അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ബയോളജിക്കൽ സാമ്പിൾസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡാർക്ക് ഫീൽഡ്. ബ്രൈറ്റ് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ എന്താണ് സാമ്പിൾ പ്രിപ്പറേഷൻ വേണ്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെയിനിങ് വേണ്ടി വരുന്നുണ്ട്, നോൺ വയബിൾ ആയിട്ടുള്ള സെൽസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ പക്ഷേ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും തന്നെ പറയുന്നില്ല. അതുപോലെ കൾച്ചറിലുള്ള ഓർഗാനിസംസിൻ്റെയൊക്കെ മോട്ടിലിറ്റി ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് വരുമ്പോഴത്തേന് ലോ ഇൻറ്റൻസിറ്റി ഇൻ ഫൈനൽ ഇമേജ് ഓഫ് മെനി ബയോളജിക്കൽ സാമ്പിൾസ്. ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും ബയോളജിക്കൽ സാമ്പിൾസിൻ്റെയൊക്കെ ഇമേജ് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. ലോ അപ്പാരൻ്റ് റിസൊല്യൂഷൻ ഡ്യൂ ടു ബ്ലറി അപ്പിയറൻസ് ഔട്ട് ഓഫ് ദി ഫോക്കസ് ഒബ്ജക്റ്റ്. അതുപോലെ ലോ അപ്പാരൻ്റ് റിസൊല്യൂഷനും ആയിരിക്കും. മറ്റേടത്ത് നമ്മൾ പറഞ്ഞായിരുന്നു റിസൊല്യൂഷൻ കുറവാണ്, ഇവിടെയും റിസൊല്യൂഷനും കുറവാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഫൈനൽ ഇമേജ് ഓഫ് മെനി ബയോളജിക്കൽ സാമ്പിൾസ് എന്ന് പറയുന്നതും കുറവാണ്. സോ അതാണ് നമ്മുടെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പാണ് വരുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. എന്താണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്?
The phase contrast microscope was invented by Dutch physicist Fritz Zernike in 1932. Wow. He was awarded Nobel Prize in Physics in the year of 1953. So, phase contrast microscope എന്ന് പറയുമ്പോൾ അതിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡച്ച് ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫിറ്റ്സ് സെർണിക് ആണ്. ഫിറ്റ്സ് സെർണിക് 1932 ഇത് ഓൾറെഡി നമ്മൾ ഹിസ്റ്ററി പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. അവിടെ ഫ്രിറ്റ്സ് സെർണിക് എന്ന് പറയുന്ന ഫിസിസ്റ്റ്, ഡച്ച് ഫിസിസ്റ്റ് ആണ് എന്ത് നമ്മുടെ ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻ ദി ഇയർ ഓഫ് 1932. ആ 1953 ആയപ്പോഴത്തേന് ഫിസിക്സിൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. And the phase contrast microscope has high contrast as compared to the bright and dark field microscopes. അപ്പം ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെയും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. Here the image is produced by both diffracted and undiffracted light rays. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടും ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനത്തെ ലൈറ്റ് റേസ് ആണ്? ഡിഫ്രാക്റ്റഡും അൺഡിഫ്രാക്റ്റഡുമായിട്ടുള്ള ലൈറ്റ് റേസ് ചേർന്നിട്ടാണ് ഇവിടെ ഇമേജസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു ഹോളിൽ കൂടെ ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിന് സംഭവിക്കുന്ന സ്കാറ്ററിങ് പോലത്തെ അല്ലെങ്കിൽ സ്പ്രെഡിങ് പോലത്തെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിഫ്രാക്റ്റഡും നോൺ ഡിഫ്രാക്റ്റഡ് റേസും കൂടി ചേർന്നിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്. സോ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുമ്പം ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരാണ്? ഫ്രിറ്റ്സ് സെർണിക് ആണ് 1932. ഫിസിക്സിൽ അദ്ദേഹത്തിന് ഒരു 1953 ആയപ്പോഴത്തേന് നൊബേൽ പ്രൈസ് കിട്ടി. ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനെന്ന് പറയുമ്പോഴത്തേന് ഡാർക്ക് ഫീൽഡ് ആൻഡ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ കോൺട്രാസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്ന ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? കണ്ടൻസർ ആന്യൂൾ ഉണ്ട്, കണ്ടൻസർ ആന്യൂള്, അതുപോലെ കണ്ടൻസർ ലെൻസ്, സ്റ്റേജ്, ഒബ്ജക്റ്റീവ് ലെൻസ്, ഫേസ് പ്ലേറ്റ് വിത്ത് ഫേസ് റിങ്, ഓക്കുലാർ ലെൻസ്. ഇതാണ് മെയിനായിട്ട്. അപ്പം ബാക്കി രണ്ട് മൈക്രോസ്കോപ്പിനേക്കാളും ഇതെന്താണ്? കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ അല്ല. ഇവിടെ അഡീഷണലി കണ്ടൻസർ ആന്യൂള്, ഫേസ് പ്ലേറ്റ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള പാർട്സ് ഒക്കെയും ഇവിടെ പ്രസൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. താഴെ നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്താ? കണ്ടൻസർ ആന്യൂളിലേക്ക്, ഈ കണ്ടൻസറിലേക്ക് വരുന്നത്. ഈ കണ്ടൻസറിൻ്റെ അവിടെ എന്താണ്? ഒരു കണ്ടൻസർ ആന്യൂളുണ്ട്, കണ്ടൻസർ ആന്യൂൾസ് ഉണ്ട്. ഈ കണ്ടൻസർ ആന്യൂൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഒപ്പേക്ക് ഡിസ്ക് ആണ് വിത്ത് തിൻ ട്രാൻസ്പെറൻറ്റ് റിങ്. ഒരു ഒപ്പേക്ക് ഡിസ്ക് ആണ്, പക്ഷെ അതിന് എന്താ? ഒരു തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് റിങ് അതിൽ കാണാൻ പറ്റും. പിന്നെ കണ്ടൻസർ ലെൻസ് ഉണ്ട്, പിന്നെ സ്റ്റേജ് ഉണ്ട്, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ദെൻ ഫേസ് പ്ലേറ്റ് വിത്ത് ഫേസ് റിങ് ഇൻ ദ ബാക്ക് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫേസ് പ്ലേറ്റ് വിത്ത് ഫേസ് റിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓക്കുലാർ ലെൻസ്. ഡീറ്റെയിലി നമ്മൾ അതിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കും. So the light from the light source passes through the sides of the condenser annual and then to the condenser lens which focus the light into specimen. Light from the light source passes through the sides of the condenser. ഇവിടെ എന്താണ്? ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലൈറ്റ് കണ്ടൻസറിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. Light passes through the side of condenser annual and then to condenser lens which focus light into specimen. സോ ഇവിടെ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു? കണ്ടൻസർ ആന്യൂളിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടൻസറിലേക്ക് എത്തുന്നു. കണ്ടൻസറിൽ എത്തിക്കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് അൺഒബ്സ്ട്രക്റ്റഡ് ലൈറ്റ് ഫേസ് ഓൾട്ടേഡ്. ഇതാണ് ഒരു കണ്ടൻസർ ആന്യൂള്. കണ്ടൻസർ ആന്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഡിസ്കാണ് വിത്ത് ഒരു റിങ് ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിങ് ഉണ്ട്. സോ വർക്കിങ്ങിൽ നമ്മൾ മെയിൻലി പറയുന്നത് ലൈറ്റ് എങ്ങനെയാണ്? ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കണ്ടൻസർ ആന്യൂൾസിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് കണ്ടൻസറിലെത്തി. കണ്ടൻസറാണ് ഈ ഒരു ലൈറ്റിനെ നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഹിറ്റിംഗ് ദി സ്പെസിമെൻ ബോത്ത് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് റേസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇനി സ്പെസിമെനിൽ ചെന്നിട്ട് ഇതെന്ത് ചെയ്യും? ഹിറ്റ് ചെയ്യും. ഈ ഒരു ലൈറ്റ് റേസ് സ്പെസിമെനിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെസിമെൻസിലേക്ക് ചെന്നിട്ട്
ഇത് ഹിറ്റ് ചെയ്യും, ലൈറ്റ് റേസ് സ്പെസിമെൻസിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ബോത്ത് റേസ് പാസിംഗ് ത്രൂ ദി ഒബ്ജക്റ്റീവ് ലെൻസ് റീച്ചസ് ദി ഫേസ് പ്ലേറ്റ്. ഈ രണ്ട് റേസും എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. ബോത്ത് റേസ് പാസിംഗ് ത്രൂ ദി ഒബ്ജക്റ്റീവ് റേസ്, അതായത് ഡിഫ്രാക്റ്റീവും അൺഡിഫ്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടൻസർ ആനുവൽസിൽ കൂടി പാസ് ചെയ്ത് കണ്ടൻസറിലെത്തുന്നു. കണ്ടൻസർ ആണ് ഈ ഒരു ലൈറ്റിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. സ്പെസിമെനിൽ വന്നിട്ട് ഇതെന്ത് ചെയ്യും? ഹിറ്റ് ചെയ്തിട്ട് അവിടെ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ലൈറ്റ് റേസും എന്താ? ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്യും. അതാണ് പറഞ്ഞത് ദ ടു റേസ് ദ പാസസ് ത്രൂ ദി ഒബ്ജക്റ്റീവ് ലെൻസസ്. ബോത്ത് റേസ് പാസസ് ത്രൂ ഒബ്ജക്റ്റീവ് ലെൻസ് റീച്ചിങ് ദി ഫേസ് പ്ലേറ്റ്. അതിനുശേഷം ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ടുള്ള ഫേസ് പ്ലേറ്റിലെത്തുന്നു. അപ്പോൾ ഫേസ് പ്ലേറ്റിൽ എന്താ? ഒരു ഫേസ് റിങ് പ്രസൻ്റ് ആണ്. Undiffracted rays pass through the transparent phase ring, whereas diffracted rays miss the phase ring. അപ്പോൾ ഈ ഫേസ് റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് റിംഗ് നോക്കുമ്പം ഇങ്ങനെ നമുക്കൊരു ഫേസ് റിംഗ് കാണാൻ പറ്റും. ഈ ഫേസ് റിംഗിൽ കൂടെ നമുക്ക് എന്താ? ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് പോകത്തില്ല. അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഈ ഫേസ് റിംഗ് വിത്ത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് റിംഗിൽ കൂടി പോയിട്ട് അവിടെ ചെന്ന് ഇമേജ് ഫോം ചെയ്യും. പക്ഷേ അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ളത് ഇതുവഴി ആയിരിക്കും പോകുന്നത്, അതായത് ഫേസ് റിംഗിൽ കൂടി പോകത്തില്ല, ബാക്കി ആ ഒരു പോർഷനിൽ കൂടെ പോകത്തുള്ളൂ. അതാണ് പറഞ്ഞത് അൺഡിഫ്രാക്റ്റഡ് റേസ് പാസ് ത്രൂ ദി ട്രാൻസ്പെറൻറ്റ് ഫേസ് റിങ്. അതിൻ്റെ റിസൾട്ടായിട്ട് അവിടുത്തെ വേവ് ലെങ്തിൽ ഇൻക്രീസ് ഉണ്ടാവും, ഒരു π/4 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. വെറാസ് ഇൻ ദ കേസ് ഓഫ് അൺഡിഫ്രാക്റ്റഡിൻ്റെ ഫേസ് ഒരു π/4 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ഡിഫ്രാക്റ്റഡിൻ്റെ ഫേസ് π/4 ആയിട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ അവിടെ ടോട്ടൽ ഒരു ഫേസ് ഡിഫറൻസ് അപ്പോൾ നമുക്ക് π/2 കാണാൻ പറ്റും. This causes an increase in phase of undiffracted ray by π/4 and that of diffracted by decrease by π/4. So the two waves has a phase difference of π/2. So ഈ രണ്ട് റേസും തമ്മിൽ എന്താ? ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. π/2ൻ്റെ ഫേസ് ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇറ്റ് ഫോം എ ഡാർക്ക് ഇമേജ് വിത്ത് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതും ഒരു ഡാർക്ക് ഇമേജ് വിത്ത് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഫോം ചെയ്തത്. പക്ഷേ ആ ഒരു പോയിന്റ്സിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇതിൻ്റെ ജസ്റ്റ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ഓർത്തിരുന്നാൽ മതി. വർക്കിംഗ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. സോ ഒന്നും കൂടി നമുക്ക് നോക്കാം. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ തന്നെ നമ്മൾ പഠിച്ചത് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ബ്രൈറ്റ് ഫീൽഡും ഡാർക്ക് ഫീൽഡും നമ്മൾ ഓൾറെഡി നോക്കി. ഇനി ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഹാസ് എ ഹൈ കോൺട്രാസ്റ്റ് കമ്പയർഡ് ടു ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ബ്രൈറ്റ് ഫീൽഡും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന് എന്താ? ഹൈ കോൺട്രാസ്റ്റ് ആണുള്ളത്. ആൻഡ് ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രിറ്റ്സ് സെർനിക് ഇൻ 1932 ഫ്രിറ്റ്സ് സെർനിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1932 ആദ്യമായിട്ട് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ 1953 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്താ? ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഹൈ കോൺട്രാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഡാർക്ക് ഫീൽഡിനെയും ബ്രൈറ്റ് ഫീൽഡിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഹൈ കോൺട്രാസ്റ്റ് ആണ്. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ചേർന്നിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ് കണ്ടൻസർ ആനുവൽസിലേക്ക് എത്തുന്നു. കണ്ടൻസർ ആനുവൽസിൻ്റെ സൈഡിൽ കൂടിയാണ് ഇത് പോകുന്നത്. അതായത് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടൻസർ ആനുവൽസിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ പോയിട്ട് ഇവിടെ എന്താ? സ്പെസിമെൻ ഉണ്ട്. ഈ സ്പെസിമെനെ ഹിറ്റ് ചെയ്യുന്നു. സ്പെസിമെനെ ഹിറ്റ് ചെയ്തിട്ട് പിന്നെന്താ? ഇത് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ പോകുന്നു.
എന്നിട്ട് ഇത് മാത്രം നമ്മുടെ ഫേസ് പ്ലേറ്റ്. ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഫിഗർ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സ് എന്താണ്? ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത്, ഇതാണ് നമ്മുടെ കണ്ടൻസർ ആന്യൂൾ. കണ്ടൻസർ ആന്യൂൾസിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇത് നമ്മുടെ കണ്ടൻസറിൽ എത്തുന്നു. കണ്ടൻസർ ആണ് ഈ ഒരു ലൈറ്റിനെ നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, സ്റ്റേജിലുള്ള സ്പെസിമെൻസിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റേജിലുള്ള സ്പെസിമെനെ ചെന്നിട്ട് ഇത് ഹിറ്റ് ചെയ്തിട്ട് ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അൺഡിഫ്രാക്റ്റഡ്, ഇത് ഡിഫ്രാക്റ്റഡ്. ഓക്കെ, ഈ രണ്ടും ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പോകുന്നു. ബോത്ത് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് പാസസ് ത്രൂ ദി ഒബ്ജക്റ്റീവ് ലെൻസ് റീച്ചസ് ദി ഫേസ് പ്ലേറ്റ്. അപ്പോൾ ഫേസ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഫേസ് പ്ലേറ്റിൽ ഒരു ഫേസ് റിംഗ് ഉണ്ട്. ഈ ഫേസ് റിംഗ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. സോ ഫേസ് പ്ലേറ്റിൻ്റെ ഫേസ് റിംഗിൽ കൂടി അൺഡിഫ്രാക്റ്റഡ് റേസ് പാസ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വേവ് ലെങ്തിൽ ഒരു π/4 വെച്ചിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ഈ ഫേസ് റിംഗിൽ കൂടി പാസ് ചെയ്യത്തില്ല. സോ അതിൻ്റെ വേവ് ലെങ്ത് ഒരു π/4 ആയിട്ട് ഡിക്രീസ് ചെയ്യും. ആൻഡ് അവിടെ ടോട്ടൽ ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ്? π/2 ഫേസ് ഡിഫറൻസ് അവിടെ കാണാൻ സാധിക്കും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക. ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എന്താ കണ്ടൻസർ ആന്യൂൾസിൻ്റെ സൈഡ്സിൽ കൂടി പോയിട്ട് കണ്ടൻസർ അതിനെ ഫോക്കസ് ചെയ്യുന്നു സ്പെസിമെൻസിലേക്ക്. സ്പെസിമെനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫേസ് പ്ലേറ്റിലെത്തുന്നു. ഫേസ് പ്ലേറ്റിൽ ഒരു ഫേസ് റിംഗ് ഉണ്ട്, അത് ട്രാൻസ്പെറൻ്റ് ആണ്. അതിൽ കൂടി അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് അതിൽ കൂടി പാസ് ചെയ്യുന്നു, ഡിഫ്രാക്റ്റഡ് അല്ലാണ്ടും പാസ് ചെയ്യുന്നു. സോ അങ്ങനെ സംഭവിക്കുമ്പം അവിടെ അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസിൻ്റെ ഫേസസിൽ 1/4 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ഡിഫ്രാക്റ്റൻ്റെ π/4 ആയിട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ടോട്ടൽ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് π/2 വരികയും ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാം ഓക്കുലർ ലെൻസിൽ കൂടി ആ ഒരു ഇമേജ്. അതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് വരുന്നത്. സോ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. യൂസ് ടു സ്റ്റഡി മൈക്രോബിയൽ മോട്ടിലിറ്റി, അതായത് മൈക്രോ ഓർഗാനിസംസിൻ്റെയൊക്കെ മോട്ടിലിറ്റി നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഡിറ്റർമൈനിങ് ദി ഷേപ്പ് ഓഫ് ലിവിങ് സെൽസ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ബാക്ടീരിയൽ കമ്പോണൻസ് സച്ച് ആസ് എൻഡോസ്പോർസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് കണ്ടെയ്നിങ് പോളിമെറ്റാഫോസ്ഫേറ്റ്, സൾഫർ ഓർ അതർ സബ്സ്റ്റൻസ്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജ്, ഒന്ന് മൈക്രോബിയൽ മോട്ടിലിറ്റി സ്റ്റഡി ചെയ്യാം, രണ്ട് ലിവിങ് സെൽസിൻ്റെയൊക്കെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാം, അതുപോലെ ബാക്ടീരിയയുടെയൊക്കെ കേസസിൽ ബാക്ടീരിയൽ കമ്പോണൻസ് ആയിട്ടുള്ള എൻഡോസ്പോർസ്, അതുപോലെ അതിൻ്റെ ഇൻക്ലൂഷൻ ബോഡീസ് ലൈക്ക് പോളിമെറ്റാഫോസ്ഫേറ്റ്, സൾഫർ ഗ്രാനുൾസ്, ഇതിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് വരുമ്പോൾ മോട്ടിലിറ്റി സ്റ്റഡി ചെയ്യാം, ബാക്ടീരിയയുടെയൊക്കെ കേസസിൽ അതിൻ്റെ എൻഡോസ്പോർസും ഇൻക്ലൂഷൻ ബോഡീസിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാനായിട്ട്, ദെൻ ഷേപ്പ് ഓഫ് ദി ലിവിങ് സെൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ, ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സോ അത്രയാണ് നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്ന മൈക്രോസ്കോപ്പാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. എന്താണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്?
ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് തന്നെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ടൈപ്പിലുള്ള മൈക്രോസ്കോപ്പ് ആണ് എന്ത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. Fluorescent microscope is an optical microscope that use fluorescence and phosphorescence instead or in addition to reflection and absorption to study the properties of inorganic and organic substance. ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെയും അതേപോലെ തന്നെ റിഫ്ലക്ഷനും അബ്സോർപ്ഷനോടും ഒപ്പം തന്നെ യൂസ് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സാണ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. അതിനോടൊപ്പം യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സാണ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. Fluorescence is the emission of light by substance that absorb light or other electromagnetic radiation. By phosphorescence is a specific type of photoluminescence related to fluorescence. അപ്പോൾ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു സ്പെസിമെന് ഒരു ലൈറ്റിനെ മെയിൻലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ തിരിച്ച് റിലീസ് ചെയ്യുന്നു ഫ്ലൂറസെൻസ് ആയിട്ട്. ആ ഒരു ഫിനോമിനയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോലൂമിനിസെൻസ് ആണ്. ഫോട്ടോലൂമിനിസെൻസിൻ്റെ ഒരു ടൈപ്പാണ്. ഇനി ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്ലൂറസെൻസിൻ്റെ കേസസിൽ സാമ്പിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എമിറ്റ് ചെയ്യുന്നുണ്ട്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഫോസ്ഫോറസെൻസ് അവിടെ ലൈറ്റ് എമിഷന് കുറച്ച് ഡിലേ സംഭവിക്കുന്നുണ്ട്. Unlike fluorescence, a phosphorescent material does not immediately re-emit the radiation it absorbs. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയലിനെ പോലെ ഒരിക്കലും ഒരു ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ റീഎമിറ്റ് ചെയ്യത്തില്ല. The fluorescent microscope was devised in the early part of 20th century by August Kohler, Carl Richard and Heinrich Lehmann among the others. ഇനി ഈ ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് 20th സെഞ്ച്വറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓഗസ്റ്റ് കോഹ്ലർ, കാൾ റിച്ചർഡ് ആൻഡ് ഹെൻറിച്ച് ലേമാൻ ഇവർ മൂന്ന് പേരോട് ചേർന്നിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. സോ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്? ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് മെയിൻലി ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൽ നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആ ഫ്ലൂറസെൻസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അതിപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആകാം. അപ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഉടനെ തന്നെ അത് എമിറ്റ് ചെയ്യുന്നു. അതാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോഴത്തേന്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഫോസ്ഫോറസെൻസ് അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് റീഎമിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യും? റീഎമിറ്റ് ചെയ്യും. അതാണ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്നത്. Unlike fluorescence and a phosphorescence material does not immediately re-emit the radiations. Then ഇതിനെ 20th സെഞ്ച്വറിയിൽ ഈ ഒരു മൈക്രോസ്കോപ്പിനെ ഡിവൈസ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? ഓഗസ്റ്റ് കോഹ്ലർ, കാൾ റിച്ചർഡ് ആൻഡ് ഹെൻറിച്ച് ലേമാൻ ഇവർ മൂന്ന് പേരൂടെ ചേർന്നിട്ടാണ് ഇതിനെ ഡിവൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആണ് അടുത്തായിട്ട് വരുന്നത്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? Most cellular components are colorless, cannot be clearly distinguished under a microscope. അപ്പം മോസ്റ്റ് ഓഫ് ദി കമ്പോണൻസ് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ അതിനെ ക്ലിയർലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ദ ബേസിക് പ്രിമൈസ് ഓഫ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഈസ് ടു സ്റ്റെയിൻ ദ കോമ്പൗണ്ട് വിത്ത് ഡൈ. അപ്പം ഈ കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്ക് അണ്ടർ മൈക്രോസ്കോപ്പ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പിൾസിനെ ഡൈ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. ഫ്ലൂറസെന്റ് ഡൈസ് ആർ ഓൾസോ നോൺ ആസ് ഫ്ലൂറോഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലൂറോകോംസ്. അപ്പോൾ ഈ ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ ഫ്ലൂറോഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലൂറസെന്റ് ഡൈക്ക് എക്സാമ്പിൾ ആണ് ഫ്ലൂറോക്രോം. എന്താണ് ഫ്ലൂറോക്രോം? ഫ്ലൂറോക്രോമിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്ലൂറസീനും ഉണ്ട്, റോഡമൈനും ഉണ്ട്. ഫ്ലൂറോക്രോം രണ്ട് ടൈപ്പ് ഉണ്ട്. അഡീഷണലി പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണേ. ഫ്ലൂറോക്രോംസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്ലൂറസീനും ഉണ്ട്, റോഡമൈനും ഉണ്ട്.
The molecule that absorb excitation light at a given wavelength, generally UV, and after a short delay emit light at a longer wavelength. The delay between the absorption and emission is negligible, generally on order of nanoseconds. അപ്പം ഈ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റ് എക്സൈറ്റേഷൻ ഫിൽറ്റർ വഴിയിട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ എല്ലാ ലൈറ്റിനെയും കടത്തിവിടുക. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാത്രമേ അത് കടത്തിവിടത്തുള്ളൂ. ആ ലൈറ്റ് വന്നിട്ട് ബീം സ്പ്ലിറ്ററിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. മെയിൻലി ഒരു 5-10 നാനോമീറ്റർ താഴെ വേവ് ലെങ്ത് വരുന്ന ലൈറ്റിനെ മാത്രമേ ബീം സ്പ്ലിറ്റർ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അപ്പം ബ്ലൂ ലൈറ്റ് ആണ് ഇപ്പോൾ കയറി പോകുന്നതെങ്കിൽ ബ്ലൂ ലൈറ്റ് എക്സൈറ്റേഷൻ ഫിൽറ്റർ വഴി കയറി ബീം സ്പ്ലിറ്ററിലെത്തി ബീം സ്പ്ലിറ്ററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ് ലെൻസ് വഴി നമ്മുടെ സ്പെസിമെനിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പെസിമെൻ ഷുഡ് ബി ലേബിൾഡ് വിത്ത് ഡൈ ആണ്. അപ്പോൾ ഈ ഫ്ലൂറോക്രോം പോലത്തെ ഡൈ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി വന്നിട്ട് നമ്മുടെ ബീം സ്പ്ലിറ്ററിലെത്തുന്നു. ബീം സ്പ്ലിറ്റർ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യും. 510 നാനോമീറ്ററിൽ താഴെയുള്ളതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും അതിൽ കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഫ്ലൂറോക്രോംസിന് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ, അതായത് ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണത് റീഎമിറ്റ് ചെയ്യുന്നത്. സോ ഈ ഹൈ എനർജി ഉള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ഇതെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ബീം സ്പ്ലിറ്ററിൽ കൂടി പാസ് ചെയ്ത് സെക്കൻഡ് ബാരിയർ ഫിൽറ്ററിലെത്തും. സെക്കൻഡ് ബാരിയർ ഫിൽറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് വീണ്ടും ആ വേണ്ടുന്ന ലൈറ്റിനെ മാത്രം എടുത്തുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെ എല്ലാം റിമൂവ് ചെയ്യും. കാരണം അൺവാണ്ടഡ് ലൈറ്റ് നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാക്കാം. സോ അതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണ്ടുന്നതിനെ മാത്രം കൊണ്ടുപോകുന്നു. അതാണ് മെയിൻലി വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്കിംഗ് വരുന്നത്. അത് ഞാൻ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ആരാന്ന് തോന്നിപ്പോയേക്കാം. സോ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക. നോർമലി നമുക്ക് കളർലെസ് ആയിട്ടുള്ള ഒരു സ്പെസിമിനെ അണ്ടർ മൈക്രോസ്കോപ്പ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. സോ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്പെസിമിനെ സ്റ്റെയിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യും, ഡൈ വെച്ചിട്ട് കോട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതിനൊന്ന് സ്റ്റെയിൻ ചെയ്തതിന് ശേഷമായിരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ആ ഒരു മോളിക്യൂൾസിനെ നമ്മൾ ഫ്ലൂറോഫോഴ്സ് എന്ന് പറയുന്നു. ഫ്ലൂറസെൻറ്റ് ഡൈക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്ലൂറോക്രോംസ്. ഫ്ലൂറോക്രോംസ് 2 ടൈപ്പ് ഉണ്ട്, റോഡമൈനും ഫ്ലൂറസീൻസും ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോളിക്യൂള് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഒരു 420 നാനോമീറ്റർ ഉള്ള വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റിനെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഈ മോളിക്യൂൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടും. എനർജി കൂടിയിട്ട് അതെന്താ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുന്നു. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും അതിൻ്റെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് അതിന് വരണം. അതായത് അവിടെ ട്രാപ്ഡ് ആയിട്ടുള്ള എനർജീനെ അതിന് റിലീസ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യും, റിലീസസ് റേ ഓഫ് ഹയർ വേവ് ലെങ്ത്. ഹൈ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് റേ ആയിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്യുന്ന ലൈറ്റിന് ചിലപ്പോൾ ഒരു 5-10 നാനോമീറ്റർ കാണും. അതാണ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് അത്രയും വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Fluorescent dyes like a fluorochromes are molecules that absorb excitation light at a given wavelength. അപ്പോൾ ഈ ഒരു സ്പെസിമെന് ഫ്ലൂറോക്രോംസ് വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പെസിമെന് എക്സൈറ്റേഷൻ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ആവുന്നു. അതിനുശേഷം ഒരു നാനോ സെക്കൻഡ്സിൻ്റെ ഒരു ഡിലേ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഹൈ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The emission of light can then be filtered from the excitation light to reveal the location of fluorophores. The fluorescence microscope uses a much higher intensity light to illuminate the sample. This light excites the fluorescent species in the sample which can emit light of longer wavelength. In fluorescence microscope നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഹയർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. എന്നാൽ മാത്രമേ ഇത് പോയിട്ട് സാമ്പിളിനെ ഇലൂമിനേറ്റ് ചെയ്യൂ. സോ ഹയർ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. The image produced is based on the second light source or the emission wavelength of the fluorescent species rather than from the light originally used to illuminate.
അപ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദി സെക്കൻഡ് ലൈറ്റ് സോഴ്സ്. ഇവിടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഇമേജ് ഫോം ചെയ്യുന്നത്, അവിടുന്ന് റിലീസ് ചെയ്യുന്ന അഥവാ റീഎമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഇമേജ് ഈസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദി സെക്കൻഡ് ലൈറ്റ് സോഴ്സ് ഓർ ദി എമിഷൻ വേവ് ലെങ്ത് ഓഫ് ദി ഫ്ലൂറസെന്റ് സ്പീഷീസ് റാദർ ദാൻ ഫ്രം ദി ലൈറ്റ് ഒറിജിനലി ഇലൂമിനേറ്റ് ആൻഡ് എക്സൈറ്റ് ദി സാമ്പിൾ. അപ്പം അവിടെ അബ്സോർബ് ചെയ്ത ലൈറ്റ് അതിനെ ബേസ് ചെയ്തിട്ടല്ല ഒരിക്കലും ഇമേജ് ഫോം ചെയ്യുന്നത്, അവിടുന്ന് റീഎമിറ്റ് ചെയ്ത ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇമേജ് ഫോർമേഷൻ വരുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് നോക്കാം, എന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാവും. ഇതാണ് ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ എന്താണുള്ളത്? ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇപ്പം മെർക്കുറി ലാമ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ്, ഇപ്പം മെർക്കുറി ലാമ്പ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ മെർക്കുറി ലാമ്പ് എന്ന് വെച്ചോ. ഈ മെർക്കുറി ലാമ്പ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പല കളറിലുള്ള ലൈറ്റിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പച്ച ആരോ എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ള ലൈറ്റ്, ബ്ലൂ കളറിലുണ്ട്, അതുപോലെ റെഡ് കളറിലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കളേഴ്സിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിനെയാണ് നമ്മൾ ഫസ്റ്റ് ബാരിയർ ഫിൽറ്റർ അഥവാ എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് നമ്മൾ പറയും. എന്താണ്? എക്സൈറ്റേഷൻ ഫിൽറ്റർ. ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ബാരിയർ ഫിൽറ്റർ ലെറ്റ്സ് ത്രൂ ഓൺലി ബ്ലൂ ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് ബിറ്റ്വീൻ 450 ആൻഡ് 490 നാനോമീറ്റർ. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിൽ കൂടി 450 അല്ലെ 490 നാനോമീറ്ററിന് ഇടയ്ക്ക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ബ്ലൂ ലൈറ്റിന് ആ ഒരു റേഞ്ചിലാണ് വേവ് ലെങ്ത്, അങ്ങനെയുള്ള ലൈറ്റിനെ മാത്രം ഈ ഒരു എക്സൈറ്റേഷൻ ഫിൽറ്റർ ഇവിടെ കടത്തിവിടണം. എന്നിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ബീം സ്പ്ലിറ്റിംഗ് മിറർ, ഈ യെല്ലോ കളറിൽ ഇത് കണ്ടോ, ഇതാണ് ബീം സ്പ്ലിറ്റിംഗ് മിറർ. ഈ ബീം സ്പ്ലിറ്റിംഗ് മിററിലേക്ക് ഈ ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ അതിനെന്താ ഹിറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അത് റിഫ്ലക്ഷൻ നടക്കുന്നു. അതായത് ബീം സ്പ്ലിറ്ററിന് രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലക്റ്റ് ലൈറ്റ് ബിലോ 510 നാനോമീറ്റർ. 510 നാനോമീറ്ററിന് താഴെ വേവ് ലെങ്ത് ഉള്ള എല്ലാ ലൈറ്റിനെയും ഇതെന്ത് ചെയ്യും? ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നത് ബീം സ്പ്ലിറ്റിംഗ് മിറർ റിഫ്ലക്റ്റ് ചെയ്യും. എന്നാലും 510 നാനോമീറ്ററിന് എബോവ് വേവ് ലെങ്ത് ഉള്ള എല്ലാ ലൈറ്റിനെയും ഇതെന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടുന്ന് വരുന്ന ലൈറ്റ്, ബ്ലൂ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് മാക്സിമം പോയാൽ 490, അതിനുള്ളിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബീം സ്പ്ലിറ്റിംഗ് മിറർ അതിനെ എന്ത് ചെയ്യും? ഇവിടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അതിന് റിഫ്ലക്ഷൻ നടന്നിട്ട് ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ഫൈനലി നമ്മുടെ സ്പെസിമെൻസിലെത്തുന്നു. സ്പെസിമെനിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതെന്താ, അവിടെ ഫ്ലൂറസെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ഈ ഒബ്ജക്ട്സ് ഹൈ എനർജി മോളിക്യൂൾസ്, അതായത് ഇത് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ആവുന്നു. എക്സൈറ്റ് ആയിട്ട് ഹൈ എനർജി ലെവലിൽ പോയി നിൽക്കും. സോ അതിൻ്റെ ആ ഒരു ഹൈ എനർജി അതിന് റിലീസ് ചെയ്ത് ബാക്ക് ടു അതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് അതിന് വരേണ്ടതുണ്ട്. അപ്പോൾ അതെന്താണ്? ലൈറ്റിനെ റീഎമിറ്റ് ചെയ്യും. അങ്ങനെ റീഎമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് എന്തായിരിക്കും? ഹൈ ആയിട്ടുള്ളൊരു വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നു. ഈ ഒരു വേവ് ലെങ്ത്, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ സ്പെസിമെൻ അബ്സോർബ് ചെയ്തിട്ട് ഹൈ എനർജി മോളിക്യൂൾ ആയിട്ട് പിന്നെ അത് അതിൻ്റെ എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഇവിടേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട ലൈറ്റിനേക്കാളും ഹൈ ആണ്. അപ്പം അങ്ങനെ റിലീസ് ചെയ്തിട്ടുള്ള വേവ് ലെങ്ത്, അപ്പോൾ ഇപ്പം ഇവിടെ ബ്ലൂ ആണ് വന്നേക്കുന്നത്, അതിനേക്കാൾ ഹൈ വേവ് ലെങ്ത് ഉള്ള ഗ്രീൻ ലൈറ്റാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രീൻ ലൈറ്റ് പിന്നെ എന്താ, നമ്മുടെ ബീം സ്പ്ലിറ്റിംഗ് മിററിലെത്തുന്നു. ബീം സ്പ്ലിറ്റിംഗ് മിററിൽ എത്തിക്കഴിഞ്ഞാൽ ബീം സ്പ്ലിറ്റിംഗ് മിററിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? ബീം സ്പ്ലിറ്റിംഗ് മിറർ ഒരു 510 നാനോമീറ്ററിന് താഴെയുള്ളതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും 510 നാനോമീറ്ററിന് മുകളിലുള്ളതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ബ്ലൂ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത് 510 എബോവ് ആയതുകൊണ്ട് തന്നെ, വേവ് ലെങ്ത് വരുന്നത് 510 എബോവ് ആയതുകൊണ്ട് തന്നെ അതെന്താ, ഈ ബീം സ്പ്ലിറ്റിംഗ് മിററിൽ കൂടി പാസ് ചെയ്തിട്ട് സെക്കൻഡ് ബാരിയർ ഫിൽറ്ററിലെത്തുന്നു. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ബാരിയർ ഫിൽറ്റർ. സെക്കൻഡ് ബാരിയർ ഫിൽറ്ററിലെത്തുമ്പോൾ ഇവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫിൽറ്റർ കട്ട് ഔട്ട് അൺവാണ്ടഡ് ഫ്ലൂറസെൻറ്റ് സിഗ്നൽസ് പാസിംഗ് ത്രൂ സ്പെസിഫിക് ഗ്രീൻ ഫ്ലൂറസെൻറ്റ് എമിഷൻ ബിറ്റ്വീൻ 520 ആൻഡ് 560 നാനോമീറ്റർ. അപ്പം ഈ സെക്കൻഡ് ബാരിയർ ഫിൽറ്ററിൽ വെച്ചിട്ട്
സെക്കൻഡ് ബാരിയർ ഫിൽറ്റർ വെച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെ എല്ലാം റിമൂവ് ചെയ്യും. കാരണം ഈ അൺവാണ്ടഡ് ലൈറ്റ്സ് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് അത് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് കോസ് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് എന്താ ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സിംപ്ലി പറഞ്ഞ എന്ത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന്റെ ഒരു വർക്കിംഗ് ചാർട്ട് വന്നിരിക്കുന്നത്. സോ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന്റെ ടിപ്പിക്കൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. സോ ദ കമ്പോണൻസ് ഓഫ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. ഫസ്റ്റ് ഫ്ലൂറസെന്റ് ഡൈ ഉണ്ട്. ഫ്ലൂറസെന്റ് ഡൈ. A fluorophore is a fluorescent chemical compound that can re-emit light upon excitation. ഫ്ലൂറോഫോർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ടിന് പറയുന്ന പേരാണ് ഫ്ലൂറോഫോർ എന്ന് പറയുന്നത്. മെനി ഫ്ലൂറസെൻറ്റ് സ്റ്റെയിൻ ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ റേഞ്ച് ഓഫ് ബയോളജിക്കൽ. അപ്പം പല ബയോളജിക്കൽ സ്പീഷീസിനും പല ടൈപ്പ് ഫ്ലൂറസെൻറ്റ് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സം ഓഫ് ദീസ് ആർ സ്മോൾ മോളിക്യൂൾസ് ദാറ്റ് ആർ ഇൻട്രിൻസിക്കലി ഫ്ലൂറസെൻറ്റ് ആൻഡ് ബൈൻഡ് ടു ദി ബയോളജിക്കൽ മോളിക്യൂൾസ് ഓഫ് ഇൻട്രസ്റ്റ്. മേജർ എക്സാമ്പിൾസ് ആർ ന്യൂക്ലിക് ആസിഡ് സ്റ്റെയിൻസ് ലൈക്ക് ഡാപ്പി, Hauset, Phalloidins, which is used to stain actin fibers in mammalian cells. അപ്പം ഓരോ സെൽസിനനുസരിച്ചിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി ഫ്ലൂറസെൻറ്റ് സ്റ്റെയിൻസ് ആണ് ഈ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. അത് ബയോളജിക്കൽ മോളിക്യൂൾസിനെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ് സ്റ്റെയിൻസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഡാപ്പി, ഹോഷെറ്റ്, ഫെലോഡിൻസ്. ഇതൊക്കെ ഇത് മെയിൻലി മമ്മീലിയൻ സെൽസിലുള്ള ആക്റ്റിൻ ഫൈബേഴ്സിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നാണ് ലൈറ്റ് സോഴ്സ്. അതായത് അവിടെ ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമല്ല ഇത് എന്താ ഈ ഒരു ഫിൽറ്റേഴ്സിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ ആ ഒരു സാമ്പിളിലേക്ക് എത്തത്തുള്ളൂ. സോ ലൈറ്റ് സോഴ്സ് എന്ന് പറയുമ്പം 4 main type of light source are used, including xenon arc lamp, mercury vapor lamp with an excitation filter, lasers and high power LED. അപ്പം മെയിനായിട്ട് നമ്മൾ 4 ടൈപ്സിലുള്ള ലാമ്പ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സെനോൺ ആർക്ക് ലാമ്പ് യൂസ് ചെയ്യാം, മെർക്കുറി വേപ്പർ ലാമ്പ് യൂസ് ചെയ്യാം, അതുപോലെ വിത്ത് ആൻ എക്സൈറ്റേഷൻ ഫിൽറ്റർ ആൻഡ് ലേസർ ആൻഡ് ഹൈ പവർ LEDs. ലേസർ യൂസ് ചെയ്യാം, ഹൈ പവർ LEDs ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ്. Lasers are mostly used for the complex fluorescent microscopy techniques, while xenon arc lamp and mercury lamp and LED with dichroic excitation filters are commonly used for wide field epifluorescent microscopy. അപ്പം ലേസർ എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയിലാണ് ഈ ലേസർ യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമ്മൾ പറഞ്ഞാണ് സെനോൺ ആർക്ക് ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, LED ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പി ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്സിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാമ്പൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഡൈക്കോറിക് മിറർ. Dichroic filter or thin film filter is very accurate color filter used to selectively pass light of a small range of color while reflecting other colors. So dichroic mirror എന്ന് പറയുമ്പോൾ a dichroic filter or thin film filter is very accurate color filter used to selectively pass light of small range of colors while reflecting others. അപ്പോൾ ഇത് ഫിൽറ്റേഴ്സിനെയാണ് പറയുന്നത്. ഡൈക്കോറിക് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഫിൽറ്റർ നമ്മളവിടെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ബാരിയർ, സെക്കൻഡ് ബാരിയർ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്. അപ്പോൾ ഈ ഫിൽറ്റേഴ്സ് എന്താ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാത്രം സെലക്റ്റീവ്ലി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ മിറർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡൈക്കോറിക് മിറർ അഥവാ ബീം സ്പ്ലിറ്റിംഗ് മിറർ ഉണ്ട്. ബീം സ്പ്ലിറ്റിംഗ് മിറർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അത് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ശരിക്കും അവിടെ മിററിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇനി എമിഷൻ ഫിൽറ്റർ. The emitter is typically a band pass filter that passes only wavelength emitted by the fluorophore and block all undesired light outside the band. അപ്പം എമിറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത് ആ ഫിൽറ്റർ ഫ്ലൂറോഫോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റിനെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെയൊക്കെ അവിടെ എന്താ ഈ ഒരു എമിഷൻ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നുണ്ട്. By blocking unwanted excitation energy including UV and IR or sample and system autofluorescence, optical filters ensure the darkest background.
അപ്പം ഈ ഒരു സെക്കൻഡ് ബാരിയർ ഫിൽറ്റർ അഥവാ എമിഷൻ ഫിൽറ്റർ എന്ന് നമ്മൾ അതിനെ പറയും. ഈ എമിഷൻ ഫിൽറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലൂറോഫോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റിനെ മാത്രം പാസ് ചെയ്തിട്ട് ബാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് ലൈക്ക് UV IRനെയൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. കാരണം അതെന്താ, കണ്ണിനൊക്കെ ഡാമേജസ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ലൈറ്റാണ്, അതിനെയൊക്കെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ദെൻ ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ the light path of UV rays passes through the an optical വർക്കിംഗ് നമുക്ക് അടുത്ത സെക്ഷനായിട്ട് നോക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി റീവൈൻഡ് ചെയ്യാം, കാരണം വീഡിയോ ഇച്ചിരി ഡിലേ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി ആയിരുന്നു. എന്താണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി? ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ പറഞ്ഞു അതൊരു ലൈറ്റ് മൈക്രോസ്കോപ്പിന് എക്സാമ്പിൾ ആണ്. പക്ഷെ അതെന്താണ്, രണ്ട് ലെൻസ് അതിൽ കാണാം, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഓക്കുലാർ ലെൻസും ഉണ്ട്. അത് ബ്രൈറ്റ് ഫീൽഡിൽ ഒരു ഡാർക്ക് ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ വയബിൾ ആയിട്ടുള്ള സെൽസിനെയും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്യുന്നത് എന്ത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി. ദെൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ കേസ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഡാർക്ക് ഫീൽഡിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ കാണപ്പെടുന്നത്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് ഇമേജസ് ആണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫിഗർ വെച്ചിട്ട് ഇവിടെ നമ്മൾ മെയിൻലി ലീവിങ് സ്പെസിമെൻസിൻ്റെ ഒക്കെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഫിഗർ വെച്ച് നോക്കിപ്പോയാൽ മതി. ബ്രൈറ്റ് ഫീൽഡിൽ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ലൈറ്റ് സോഴ്സ് പാസസ് ടു ദി കണ്ടൻസർ ലെൻസ് വിച്ച് ഫോക്കസ് ദിസ് ലൈറ്റ് ഇൻ ടു ദി സ്പെസിമെൻ. ആഫ്റ്റർ ഹിറ്റിംഗ് ദി സ്പെസിമെൻ ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് പാസസ് ടു ദി ഒബ്ജക്റ്റീവ്, ദെൻ ഓക്കുലർ ലെൻസ് ആൻഡ് ഫൈനലി റീച്ചസ് ദി ocular lens and finally the image is visualized. Then dark field മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോൾ light produced by the light source passes through the condenser lens. Before that there is an opaque disc വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു opaque disc എന്താ, ഒബ്ലിക്കലി ആ ഒരു ലൈറ്റിന് നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഹിറ്റിംഗ് ദി സ്പെസിമെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. റിഫ്ലക്റ്റഡ് ആൻഡ് അൺറിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒൺലി എന്താ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മാത്രം ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് പിന്നെ നമ്മുടെ ഓക്കുലാർ ലെൻസിലെത്തി ഇമേജ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി വരുന്നത്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ വയബിൾ ആയിട്ടുള്ള സെൽസിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രിസ് സെർനിക് 1932 കമ്പയർ ടു ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഹൈ ആയിരിക്കും. അതായത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ കോൺട്രാസ്റ്റ് ഹൈ ആയിരിക്കും. ഇവിടെ ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ചേർന്നിട്ടാണ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നമുക്കെന്താ ഫിഗർ നോക്കാം. അപ്പം ഇതിന് ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്. ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കണ്ടൻസർ ആന്യൂൾ, ഈ കണ്ടൻസർ ആന്യൂൾസിൻ്റെ സൈഡിൽ കൂടി പാസ് ചെയ്ത് കണ്ടൻസറിലെത്തുന്നു. കണ്ടൻസർ ആണ് ഈ ലൈറ്റിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ഹിറ്റിംഗ് ദി സ്പെസിമെൻസിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്തിട്ട് ഫേസ് പ്ലേറ്റിൽ എത്തുന്നു. ഫേസ് പ്ലേറ്റിൽ ഒരു ഫേസ് റിംഗ് ഉണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പക്ഷേ ഫേസ് റിങ്ങിൽ കൂടെ അൺഡിഫ്രാക്റ്റഡ് റേസ് മാത്രമേ പോത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഫേസിൽ ഒരു π/4 വെച്ചിട്ട് അതിൻ്റെ ഫേസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെയർ ആസ് ഡിഫ്രാക്റ്റഡ് റേസ് മിസ് ദി ഫേസ് റിങ്. അതുകൊണ്ട് അതിൻ്റെ ഫേസിൽ ഒരു π/4 വെച്ചിട്ട് ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. സോ ടോട്ടൽ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, π/2 ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് മെയിൻലി ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് വരുന്നത്. ഇത് മൈക്രോബിയൽ മോട്ടിലിറ്റിയെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ ലിവിങ് സെൽസിൻ്റെയൊക്കെ ഷേപ്സ് നോക്കാൻ, ബാക്ടീരിയയുടെ കേസസിൽ എൻഡോസ്പോസിനെ വിഷ്വലൈസ് ചെയ്യാൻ, ഇൻക്ലൂഷൻ ബോഡീസിനെ നോക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ്, അതായത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് മെയിനായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് ആണ് പറഞ്ഞത്. ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് അടുത്ത സെക്ഷൻ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് സ്റ്റാർട്ടിങ് ഒന്നും കൂടി സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ആ വർക്കിങ്ങിലേക്ക് പോകാം. സോ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.